ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ തിളക്കമാർന്ന നേട്ടം കൈവരിച്ച പഴയന്നൂരിന്റെ കായിക പ്രതിഭ സഞ്ജയ് കൃഷ്ണ നാടിന് അഭിമാനമാകുന്നു. ബാംഗ്ലൂരിൽ നടന്ന 6ാമത് BCA ആം റെസ്ലിംഗ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കി പഴയന്നൂർ സ്വദേശി സഞ്ജയ് കൃഷ്ണ. ആസാം, ഛത്തീസ്ഗഡ്, അതേപോലെ കർണാടക അങ്ങനെയുള്ള സ്റ്റേറ്റുകളായിട്ടാണ്. അപ്പോൾ ഫൈനൽ മാച്ച് ലോസായത് ഛത്തീസ്ഗഡിലത്തെ ഒരു പ്ലെയറായിട്ടായിരുന്നു. അവൻ അത്യാവശ്യം സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ അടുത്ത വർഷത്തേക്ക് ഞാൻ മാക്സിമം നോക്കും. അതേപോലെ തന്നെ പരിപാടി കോമ്പറ്റീഷൻ നടന്നത് 12, 13, 14 തീയതികളിലായിരുന്നു ബാംഗ്ലൂർ വെച്ച്. അപ്പോൾ അണ്ടർ 18 ജൂനിയർ വിഭാഗത്തിൽ 86 കിലോ പ്ലസ് കാറ്റഗറിയിലായിരുന്നു സഞ്ജയ് മത്സരിച്ചത്. കലാകായിക രംഗത്തും വളരെയധികം ഇതായിട്ടുള്ള ആളാണ്. അത്യാവശ്യം സ്കൂൾ തലത്തിലൊക്കെ, സബ് ജില്ലാ തലത്തിലൊക്കെ, നാടൻപാട്ടിലൊക്കെ ഫസ്റ്റ് A ഗ്രേഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഷോർട്ട് പുട്ട് ഐറ്റംസിലൊക്കെ പഞ്ചായത്ത് മേള, ബ്ലോക്ക് മേളയിലൊക്കെ ഫസ്റ്റും ഒക്കെ നേടിയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ രംഗത്തും ഉണ്ട് ആള്. അപ്പോൾ അതിന് വളരെയധികം സന്തോഷമുണ്ട്. പഴയന്നൂർ തെക്കേത്തറ കണികുടിയിൽ KK ബിനീഷിന്റെയും TV സവിതയുടെയും പുത്രനാണ് സഞ്ജയ്. ജില്ലാതലത്തിൽ 1ാം സ്ഥാനവും 2 മാസം മുൻപ് തൃശൂരിൽ നടന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടി ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായ ശേഷമാണ് സഞ്ജയ് ദേശീയ തലത്തിൽ മത്സരിക്കാനെത്തിയത്. മോനിപ്പോൾ ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അവൻ്റെ കഠിനമായിട്ടുള്ള പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ്, നമ്മൾ ബാക്കിൽ നിന്ന് ഒരു സപ്പോർട്ട് കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ച് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അതിലിപ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ ഫ്ലെക്സ് ജിമ്മിലത്തെ ഹക്കീമിക്ക, അതേപോലെ തന്നെ പൂമല സാബു മാസ്റ്റർ ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ജിമ്മിലത്തെ. അവർ രണ്ടുപേരുമാണ് ഇവന് കൂടുതൽ ഒരുപാട് മോട്ടിവേഷനൊക്കെ കൊടുത്ത് ഇവനെ നല്ല പ്രചോദനം കൊടുത്ത് അവനങ്ങനെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർ, 2 വ്യക്തികൾ. അപ്പോൾ അവരോട് പ്രത്യേകം നന്ദി പറയണു. പിന്നെ അവൻ്റെ ഒരു ഹാർഡ് വർക്കിങ്, അതിലും ഒരുപാട് അഭിമാനം. എല്ലാ കുട്ടികളും ഈ പഠിത്തം അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലേക്ക് പോകുമ്പോൾ കലാപരമായിട്ടും കായികപരമായിട്ടൊക്കെ കഴിവുള്ള കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികളുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു എന്താ പറയുക, നമുക്ക് അങ്ങനെ ഒരു ഇതും കൂടെ പറയാനുണ്ട് ഇതിൽ. ഷോർട്ട് പുട്ടിലൂടെ കായിക രംഗത്തെത്തിയ സഞ്ജയ് നാടൻ പാട്ടിലും മികവ് തെളിയിച്ചിട്ടുണ്ട്. തന്റെ വിജയത്തിന് കരുത്തായ മാതാപിതാക്കൾക്കും പരിശീലകരായ ഹക്കീം, സാബു മാസ്റ്റർ എന്നിവർക്കും സഞ്ജയ് നന്ദി അറിയിച്ചു. ഏകദേശം ഒരു 8 മാസമായിട്ട് ഈ പഞ്ചഗുസ്തി അതിൽ പരിശീലനം ഇവിടെ ആദ്യം ഹക്കീമിൻ്റെ ജിമ്മിൽ പോയി പ്രാക്ടീസിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ആ പിള്ളേരൊക്കെ ആയിട്ട് ഇവനെ ഈ ഒരു ഫീൽഡിലേക്ക് നയിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ ജില്ലാ ഇതിൽ പങ്കെടുത്ത് ട്രോഫി കിട്ടിയിട്ടുണ്ട്. വയനാട്ടിൽ സംസ്ഥാന തലത്തിൽ പോയിട്ട് ട്രോഫി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ബേസിലാണ് ഇപ്പോൾ ബാംഗ്ലൂർ നാഷണൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോയി. അതിൽ ഇന്ത്യയിലെ 2nd താരമായിട്ട് സഞ്ജയ് കൃഷ്ണയെ തിരഞ്ഞെടുത്തു. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം അഭിമാനമുണ്ട്. നമ്മുടെ നാട്ടിൽ അവനൊരു +2 വിദ്യാർത്ഥിയും കൂടിയാണ്. അപ്പോൾ ഈ ഏജിൽ ഒരു ഇന്ത്യൻ താരമായി മാറുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്, വലിയൊരു അംഗീകാരമാണ്. അതിനെ ബേസ് ചെയ്താണല്ലോ ഇപ്പോൾ ചാനലുകാരൊക്കെ അവനെ അഭിമുഖത്തോടെ വീട്ടിലെത്തി അനുമോദനങ്ങളൊക്കെ അർപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.